ഇനി അടുത്തതായി മാജിക് ആവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീഡിയോ. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു പുഡിങ്ങാണ്, ഡെസേർട്ട് ഐറ്റം. പിന്നെ ഇത് വളരെ സിമ്പിൾ, ഏറ്റവും ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഇതിന് ഒരു പൈനാപ്പിൾ ഫ്ലേവറാണ്. അപ്പോൾ പൈനാപ്പിൾ ജെല്ലി പുഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ പൈനാപ്പിൾ മിൽക്ക് ജെല്ലി എന്ന് പറയാം, എന്ത് വേണമെങ്കിലും. പൈനാപ്പിളും പാലും എല്ലാം ചേർന്ന് വരുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പൈനാപ്പിൾ ജെല്ലി അല്ലെങ്കിൽ പൈനാപ്പിൾ മിൽക്ക് ജെല്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവ എന്തൊക്കെയാണ് നോക്കാം. പൈനാപ്പിൾ ജ്യൂസ് 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, തണുത്ത പാൽ 4 കപ്പ്, ജലാറ്റിൻ 1.5 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/4 കപ്പ്, തിളച്ച വെള്ളം 1/4 കപ്പ്, പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മൾക്ക് പൈനാപ്പിൾ മിൽക്ക് ജെല്ലി പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ ഇത് 2 രീതിയാണ്. അതായത് ജെല്ലി പുഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജെല്ലി മാതിരി ഇങ്ങനെ കുറച്ച് എന്താ പറയുക, നമുക്കിങ്ങനെ മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഇങ്ങനെ കോരി കുടിക്കാവുന്ന ഒരു പാകം, ഏതാണ്ട് ഒരു ഐസ്ക്രീം പോലൊക്കെ ഇരിക്കും. ആ രീതിയിലും ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ടൊരു പുഡിംഗ് പോലെ ഇങ്ങനെ പീസസ് ആക്കി എടുക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ജലത്തിൻ്റെ അളവാണ് ഈ വ്യത്യാസം തീരുമാനിക്കുന്നത്. ജലറ്റിൻ കുറച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു ജെല്ലി ടെക്സ്ചറായിരിക്കും, കൂടുതൽ ചേർക്കുകയാണെങ്കിൽ മുറിച്ചെടുക്കാവുന്ന ഒരു പുഡിംഗ് പാകത്തിന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് വേണ്ടത്, നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജെല്ലി പാകത്തിന് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ എന്നാണ്. പക്ഷേ അത് കുറച്ചുകൂടി ഉറപ്പ് കിട്ടുന്ന ഒരു അളവാണ്. ആദ്യമേ തന്നെ നമ്മൾ ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ, അതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ജലറ്റിൻ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു വലിയ ബൗളിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ജ്യൂസ്. ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പൈനാപ്പിൾ ജ്യൂസാണ്, കടകളിൽ വാങ്ങുന്നത്. പക്ഷേ ഇതിൽ ഇച്ചിരി മധുരം ഉണ്ടാവുമല്ലോ, കാര്യം നമ്മൾ കുടിക്കാനായിട്ട് വാങ്ങുന്ന പൈനാപ്പിൾ ജ്യൂസാണ്. ഇതിലേക്ക് ഏതാണ്ട് 1 കപ്പ് പഞ്ചസാര എന്നാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല മധുരമായിരിക്കും. ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ, കാര്യം ഈ പൈനാപ്പിൾ ജ്യൂസിന് വാങ്ങുന്നതല്ലേ പാക്കറ്റിൽ കുറച്ച് മധുരം ഉള്ളതാണ്, അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്താലും മതിയാകും. ഏതാണ്ട് 1/4 കപ്പോളം പഞ്ചസാര, 1/4 മുതൽ 1 കപ്പ് വരെ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അലിയിക്കണം. പൈനാപ്പിൾ ജ്യൂസും പഞ്ചസാരയും കൂടി ചേർന്നൊരു സിറപ്പായിട്ട് മാറും. ഇത് അലിയുന്ന സമയം കൊണ്ട് നമ്മുടെ ജലറ്റിനും കുതിർന്ന് റെഡിയായി വരും. പിന്നെ വേണ്ടത് 4 കപ്പ് തണുത്ത പാലാണ്. അതിവിടെ റെഡിയാക്കി വെച്ചേക്കാം. തണുത്ത പാലെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ. അങ്ങനെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് പൈനാപ്പിൾ ജ്യൂസിൻ്റെ കൂടെ ചേർന്ന് കഴിയും. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ഈ തണുത്ത പാൽ ഇതിൻ്റെ കൂടെ സാവധാനം യോജിപ്പിക്കാൻ പോകാം. പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു അല്പം സിട്രസ് ആണല്ലോ അല്ലേ. പൈനാപ്പിളിന് ഇച്ചിരി ഒരു പുളി ഉണ്ടാവില്ല, മധുരവും കൂടെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ പുളിയെ ഒരുപാട് നമ്മൾ കുറയ്ക്കുകയാണ്. എന്നാൽ പോലും ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസും പാലും കൂടി യോജിപ്പിച്ചാൽ അല്പം പിരിയാനുള്ള സാധ്യതയില്ലേ. അതില്ല, കാര്യം നല്ല തണുത്ത പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വളരെ സാവധാനം ഇത് രണ്ടും കൂടി യോജിപ്പിച്ചോളൂ. പിന്നെ പൈനാപ്പിളിൻ്റെ ആ പുളിയെ ക്രമീകരിക്കാനായിട്ട് ധാരാളമായിട്ട് പഞ്ചസാര നമ്മൾ ചേർത്ത് കഴിഞ്ഞു. തണുത്ത പാലാണ്, രണ്ടും കൂടി യോജിപ്പിക്കുക. ഒരുപാട് നേരം നടക്കണമെന്നില്ല, ഇത്രയൊക്കെ മതി. പിന്നെ നമ്മുടെ കുതിർന്നിരിക്കുന്ന ജലറ്റിനിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അതിങ്ങനെ കുതിർന്നിരിക്കുകയാണ്, ഏതാണ്ട് പൂർണ്ണമായി അലിഞ്ഞു കഴിയും. ഈ കുതിർന്ന് ഇരുന്ന ജലറ്റിനിൽ ചൂടുവെള്ളം ഒഴിച്ച്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് അലിയിച്ചെടുത്തത് നമ്മുടെ ഈ പാൽ മിശ്രിതത്തിൽ യോജിപ്പിക്കാൻ പോകും. ഇനി ജലറ്റിന് നന്നായിട്ട് എന്താ പറയുക, ഈ മെൽറ്റഡ് ജലറ്റിൻ, ഉരുകിയ ജലറ്റിന് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിലൊരല്പം എസൻസ്, ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും. എന്തായാലും പൈനാപ്പിൾ ജ്യൂസ് ചേർത്തിരിക്കുന്നുണ്ട്, ആ ഒരു മണവും രുചിയൊക്കെ ഉണ്ട്. എന്നാലും ഒരല്പം എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കാം, പൈനാപ്പിൾ എസൻസ്. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ട പാത്രം, ഏത് പുഡിംഗ് പാത്രത്തിലാണോ ഒഴിച്ച് വയ്ക്കുന്നത് അതിനായിട്ട് ഒഴിച്ചു വയ്ക്കും. 1 or 2 പാത്രങ്ങളിലാക്കി വയ്ക്കും, ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലാക്കിയത് ഇത് നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ സെറ്റായി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ജെല്ലി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്, റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പുന്ന പാത്രത്തിൽ, സെർവ് ചെയ്യുന്ന പാത്രത്തിലാക്കി വിളമ്പാം. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റാൻ പോവാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മിൽക്ക് ജെല്ലി പുഡിംഗ് ഇവിടെ കറക്റ്റ് പാകത്തിന് സെറ്റായി കഴിഞ്ഞു. ഒരു ജെല്ലി സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് എടുത്തിട്ട് ഒരു ഐസ്ക്രീം മാതിരി, ഒരു
ജെല്ലി സ്റ്റൈൽ. അപ്പോൾ ഒരു ജെല്ലി സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. കണ്ടില്ല, ജെല്ലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ ഭയങ്കര ഷേക്കി ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഈ 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ ചേർത്ത് ഈ പുഡിങ് തയ്യാറാക്കിയാൽ കിട്ടുന്നത്. 1.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ ചേർത്താൽ കുറച്ചുകൂടി ഒന്ന് ഉറച്ചു കിട്ടും. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ് കീമ ഉപ്പുമാവ്. ഒരു സാധാരണക്കാരിയായ ഒരു ഉപ്പുമാവിനെ നമ്മൾ വ്യത്യസ്തമായൊരു വിഭവമാക്കിയാണ് കഴിക്കാൻ പോകുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കി കഴിക്കാൻ മടുപ്പില്ലാത്തൊരു ഐറ്റമായിട്ട് മാറും. പിന്നെ രണ്ടാമത് കാണിച്ചതും വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പുഡിങ്ങാണ് ജെല്ലി പുഡിങ്. പൈനാപ്പിൾ ഫ്ലേവേർഡ്, പൈനാപ്പിൾ മിൽക്ക്. അപ്പോൾ പാലും പൈനാപ്പിളും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു സ്വാദ്. ശരിക്കും നല്ല പൈനാപ്പിൾ സ്വാദുള്ളത് പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങൾ പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നവരെ കാണാം.